ബഹുമാനിരായ സത്യവിശ്വാസികളെ വിശ്വസിക്കും. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ്. കാലം മുന്നോട്ട് പോകുന്തോറും ഓരോ തലമുറയിലും നാശനഷ്ടങ്ങളും തിന്മകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുമെന്നതാണ് ചരിത്രത്തിൽ ഇന്നോളം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം. എന്തുകൊണ്ട് കാലം മുന്നോട്ട് പോകുന്തോറും ഓരോ തലമുറയും മോശമാകുന്നു എന്നതിന്റെ കാരണം നമ്മൾ ഓരോരുത്തരും വസ്തുനിഷ്ഠമായി വിലയിരുത്തേണ്ടതുണ്ട്. ഒരു തലമുറ ഒരു തെറ്റിന് മുമ്പിൽ നിശബ്ദരാവുകയോ അതല്ലെങ്കിൽ ക്ഷമിക്കുകയോ ചെയ്താൽ അടുത്ത തലമുറ ആ തെറ്റിനെ ആഘോഷിക്കുമെന്നാണ്. അതിനും അടുത്ത തലമുറക്ക് അതൊരു തെറ്റാണെന്ന് പോലും തോന്നാത്തൊരവസ്ഥ ഉണ്ടാകുമെന്നാണ്. ഇതാണ് പൊതുവായിട്ടുള്ള ഒരു ആശയം. അതായത് ഒരു തലമുറ ഒരു തെറ്റ് മുന്നിൽ കാണുമ്പോൾ അവരതിനോട് നിശബ്ദമായാൽ അടുത്ത തലമുറ അത് ആഘോഷിക്കും. അതിന്റെ അടുത്ത തലമുറ പിന്നെ അത് തെറ്റാന്ന് അവർക്ക് തോന്നുകയില്ല. അതിലെന്ത് തെറ്റ് എന്ന് ചോദിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്ന്. ഇന്ന് നമ്മുടെ പുതിയ തലമുറയെ സൂക്ഷ്മമായി നമ്മൾ പരിശോധിച്ചാൽ ഈ 2ഉം 3ഉം തലമുറകൾ മിക്സ് ചെയ്തൊരവസ്ഥ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അത് ഏറ്റവും വലിയ ഉദാഹരണം കുറച്ചു കാലങ്ങളായിട്ട് ഈ സോഷ്യൽ മീഡിയ വ്യാപകമായ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ നോക്കിയാൽ, പ്രത്യേകിച്ച് നമ്മുടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ, അവര് ഈ റീൽസ് സംസ്കാരം വന്നതോടുകൂടി ഒന്നിച്ചുള്ള മിങ്കിൾ ചെയ്തുകൊണ്ടുള്ള നൃത്തനൃത്യങ്ങൾ തെരുവുകളിൽ വലിയ ആഘോഷമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് എന്ത് അവസരം വരുന്നുവെന്ന് കാത്തിരിക്കുകയാണ്. ഒരാഘോഷത്വര കുറച്ചു കാലമായി നമ്മുടെ സമുദായത്തെ വലിയ തോതിൽ വരിഞ്ഞു മുറുക്കിയിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. ഈ കഴിഞ്ഞ ഓണാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വന്നിരിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈ കാര്യം ഏവർക്കും ബോധ്യമാകുന്ന ഒരു കാര്യമാണ്. ഇത് ഇസ്ലാമികമായി ശരിയല്ലെന്ന് ആരെങ്കിലും ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചാൽ കൂടുതൽ ആവേശത്തോടുകൂടി ഈ കുട്ടികൾ രംഗത്ത് വരുന്ന, അഥവാ ഒരു പ്രതിഷേധത്തോടുകൂടി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ഈ കഴിഞ്ഞ പ്രാവശ്യം ഇത്തരം കാര്യങ്ങൾ ആണും പെണ്ണും കൂടിക്കലർന്ന് തെരുവുകളിൽ ഇതുപോലെയുള്ള ഡാൻസ് നൃത്തങ്ങളും ചെയ്യുന്നത് ശരിയല്ല, അത് ഇസ്ലാമിൽ അംഗീകരിക്കുന്ന കാര്യമല്ല എന്ന് ചില പണ്ഡിതന്മാരെ ഉപദേശിച്ചപ്പോൾ ചില പെൺകുട്ടികൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ആ ഉപദേശത്തിന്റെ റീൽസ് എടുത്ത് അത് കൊടുത്ത് അതിന്റെ കൂടെ എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ ഉണ്ടായ മുഴുവൻ പെൺകുട്ടികളും തെരുവിലിറങ്ങി മഫ്തയിട്ട് ഡാൻസ് ചെയ്യുന്ന ഫോട്ടോ ഒന്നിച്ച് അപ്ലോഡ് ചെയ്യും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ട്. എന്നിട്ട് അതിന്റെ അടിയിൽ നിങ്ങൾ എത്ര വിലക്കിയാലും കാര്യമില്ല, ഞങ്ങളിത് ആഘോഷിക്കും, ഞങ്ങളിത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അവര് കുറച്ചുകൂടെ ഒരു പ്രതിഷേധ സ്വഭാവത്തിൽ അത് കൂടുതൽ കാണിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് കാണുന്നത്. അത്തരം ആളുകൾക്ക് ഒരു കൊട പിടിച്ചു കൊടുക്കുന്ന ആളുകളെ എമ്പാടും ഇന്ന് നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കാണാൻ സാധിക്കുകയും ചെയ്യും. അങ്ങനെ ഉപദേശിക്കുന്നവരെ പരിഹസിക്കുകയും എതിർത്താൽ കൂടുതൽ ശക്തരായി രംഗത്ത് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം. അതാണ് ഞാൻ പറഞ്ഞതെന്ത്, ഒരു തലമുറ അത് ആഘോഷിക്കും, അടുത്ത തലമുറ പിന്നെ അത് തെറ്റാണെന്ന് സമ്മതിക്കുന്നില്ല. അതാണ് ഇപ്പൊ കാണുന്നത്. ഇതിലെന്താ തെറ്റ്, എന്താ കുഴപ്പം, അത് നിങ്ങൾ കുറച്ച് മൗലവിമാർക്കും ഉസ്താദന്മാർക്കും അല്ലാതെ വേറെ എന്താ പ്രശ്നം എന്ന രീതിയിലേക്ക് പച്ചക്ക് ചോദിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ ഇതിന്റെ ഗൗരവം അവരറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ രീതിയിൽ അവര് ചെയ്യുകയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പ്രത്യേകിച്ച് ഈ പുതിയ തലമുറയെ സംബന്ധിച്ച് നമ്മൾ അവരെ പ്രതിസ്ഥാനത്ത് നിർത്തി വിചാരണ ചെയ്യുന്നതിനപ്പുറം അവർക്കിതിന്റെ ഇസ്ലാമികമായ കാര്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് പരിഹാരം. കാരണം എന്താണെന്ന് വെച്ചാൽ മദ്രസ വിദ്യാഭ്യാസം പഴയതുപോലെ ഈ കുട്ടികൾക്ക് ലഭിക്കുന്നില്ല. 1 മണിക്കൂർ അരമണിക്കൂറൊക്കെയാണ് പലപ്പോഴും മദ്രസയിൽ പോകുന്നത്. പിന്നെ കൂടുതൽ അവർ എൻഗേജ് ചെയ്യുന്നത് ഈ ക്യാമ്പസുകളിലാണ്, ഈ സാമൂഹ്യ മാധ്യമങ്ങളിലാണ്, ഇൻസ്റ്റാഗ്രാമിലാണ്. അപ്പൊ സ്വാഭാവികമായി നാട് മുഴുവൻ ഇങ്ങനെ പോകുമ്പോൾ പിന്നെ ഞാനായിട്ട് ഇങ്ങനെ നിൽക്കേണ്ട കാര്യമില്ല എന്ന് മാത്രമല്ല, ഞാനതിൽ കൂടിയിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നിനും പറ്റാത്തവനാണ്, ഒന്നിനും കൊള്ളാത്തവളാണ്
എന്ന ഒരു തോന്നലാണ് പലപ്പോഴും നമ്മുടെ കുട്ടികളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് സിനിമകളിൽ മാത്രം കണ്ടിരുന്ന കാഴ്ചകളാണ് ഇന്ന് റിയൽ ലൈഫിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത്. ചില രക്ഷിതാക്കളാകട്ടെ അതിന് രംഗസജ്ജീകരണം വരെ ചെയ്തു കൊടുക്കുന്നതും അവസ്ഥയിലേക്കും ഇന്ന് എത്തിയിട്ടുണ്ട്. അതിന് കാരണം എന്താ വെച്ചാൽ, ഇപ്പോഴത്തെ രക്ഷിതാക്കൾ എന്ന് പറയുന്നത് ന്യൂ ജനറേഷനാണ്. ആ ന്യൂ ജനറേഷന് മക്കളുണ്ടായിരിക്കണം. അപ്പൊ അവർക്കിതൊരു പ്രശ്നമല്ല, വീട്ടുകാർക്കൊരു പ്രശ്നമല്ല. ചില രക്ഷിതാക്കളാകട്ടെ ഇത് കുഴപ്പമാണ്, അത് ശരിയല്ല എന്നവരെ മനസ്സിലുണ്ട്. പക്ഷേ കുട്ടികളെ തടഞ്ഞു വെക്കാൻ പറ്റുന്നില്ല. അപ്പൊ നിർബന്ധിതമായ സാഹചര്യത്തിൽ അതിനോടൊപ്പം നിന്ന് കൊടുക്കേണ്ടി വരുന്ന സാഹചര്യവും രക്ഷിതാക്കൾക്കുണ്ട്. യഥാർത്ഥത്തിൽ ഞാൻ മുസ്ലിങ്ങളോടാണ് സംസാരിക്കുന്നത്. അതല്ലാതെ ഇത് ഇസ്ലാമും അതുപോലെ തന്നെ ഖുർആനും നബിചര്യയും അള്ളാഹുവും പരലോകവും പടച്ചോനും ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പറയുന്നത് ബാധകമേയാണ്. മറിച്ച് ഖുർആൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് ചൊല്ലി ഷഹാദത്ത് കലിമ ചൊല്ലി ഒരു മുസ്ലിം കുടുംബത്തിൽ ജീവിക്കുന്ന, വെള്ളിയാഴ്ച പള്ളിയിൽ വരുന്ന, ഇസ്ലാമികമായി ഖുർആനൊക്കെ സത്യമാണെന്ന് അംഗീകരിക്കുന്ന, അള്ളാഹുവിനെയും അതുപോലെ തന്നെ റസൂലുള്ളാഹിനെയും അംഗീകരിക്കുന്ന അങ്ങനെയുള്ള ആളുകളോടാണ് ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ ഇത് യഥാർത്ഥത്തിൽ ചിന്തിച്ചു നോക്കിയാൽ ഇതിന്റെ ഗൗരവം അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും ഇത് ചെയ്യില്ല. മാത്രമല്ല, ഇത് ഉപദേശിക്കുന്ന ആളുകൾ അവർ പരിഹസിക്കൂല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്താണ്? ഖുർആനിനെ തള്ളലാണ്. ഞാൻ കുട്ടികളോട് തന്നെയാണ് സംസാരിക്കുന്നത്. ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനൊന്നും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന മക്കളുണ്ടെങ്കിൽ അവർ ചിന്തിക്കേണ്ട ഒരു കാര്യം. ഇപ്പൊ ഞാൻ ചില കാര്യങ്ങൾ പറയാം. കാരണം ഇതിപ്പോ ചില ആളുകളുടെ ധാരണ എന്താ വെച്ചാൽ, കുറച്ച് ഉസ്താദന്മാരും ആൾക്കാരും മൗലവിമാരും കുറച്ച് ഏറെ ഉണ്ടാക്കി പറയുന്നു ഇസ്ലാം ഒന്നും ഇതിനെതിരല്ല, ഖുർആൻ ഒന്നും ഇതിനെതിരല്ല, ഹദീസ് ഒന്നും ഇതിനെതിരല്ല. അത് കുറച്ച് ആളുകൾക്ക് പറ്റാത്തത് കൊണ്ട് അവർ മതവിധി പറയാണ്, അവർ വിലക്ക് പറയാണ്. ആ വിലക്കിനൊന്നും ഇനി സമുദായത്തെ കിട്ടൂല, പിന്നെ ഉമ്മത്തിനെ കിട്ടൂല, അതിനൊക്കെ കാലം കഴിഞ്ഞു, ഇതാണ് പറയുന്നത്. ഞാൻ ചില കാര്യങ്ങൾ പറയും, ഇതൊന്ന് സ്വസ്ഥമായിട്ടൊന്ന് മനസ്സിലാക്കുക. അതായത് ഇത് ഖുർആനിലുള്ളതാണോ അത് ആരെങ്കിലും കെട്ടിയുണ്ടാക്കി വിശദീകരിച്ച് ഒപ്പിക്കേണ്ടതാണോ എന്ന് ശരിക്കും മനസ്സിലാക്കുക. അത് ശരിക്കും മനസ്സിലാക്കിയാൽ തന്നെ ഇത് ചെയ്യാൻ നമുക്ക് കഴിയില്ല. ഇപ്പൊ പുരുഷന്മാരോട് ഖുർആനിന്റെ ഒരു അധ്യാപനം ഞാൻ ഓതി വെച്ച ആയത്തതാണ്. കുല്ലുൽ മുഅ്മിനീന, നബിയെ നീ മുഅ്മിനീങ്ങളോട് പറയും, പുരുഷന്മാരോട് പറയാൻ തന്നെ പറയും. യഉള്ളൂ മിൻ അബ്സ്വാരിഹി, അവരുടെ കണ്ണിനെ അവർ താഴ്ത്തട്ടെ. വയഹ്ഫദൂ ഫുറൂജഹും, അവരുടെ ഗുഹ്യാവയവങ്ങളെ അവർ സൂക്ഷിക്കട്ടെ. ദാലിക അസ്കാ ലഹും, അതാണ് അവർക്ക് ഏറ്റവും പരിശുദ്ധമായിരിക്കുന്നത്. ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ, നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെല്ലാം അറിയുമെന്നല്ല പറഞ്ഞത്, സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു അള്ളാഹു. ഇപ്പൊ വീട്ടിൽ എന്തെങ്കിലും പറഞ്ഞ് പിന്നെ നുണ പറഞ്ഞിട്ടാവും ഇതിനൊക്കെ പോവുക. പക്ഷെ എന്തിനു പോയാലും അവിടെ എന്താ പോയി ചെയ്യുന്നത് പടച്ചവന് ശരിക്കും എന്ത് ചെയ്യും? ഒക്കെ അറിയും. അതുകൊണ്ട് നിങ്ങളെ കണ്ണിന് നിങ്ങൾ താഴ്ത്തണം, നിങ്ങളെ ഗുഹ്യാവയവം നിങ്ങൾ സംരക്ഷിക്കണം എന്നത് പുരുഷന്മാരോട് ഖുർആൻ പറയുന്ന കാര്യമാണ്. സൂറത്ത് നൂറിലെ 30-ാമത്തെ ആയത്താണ്. ഈ 30-ാമത്തെ ആയത്ത് രക്ഷിതാക്കളും കുട്ടികളെ കൊണ്ട് പോയിട്ട് തഫ്സീർ എടുത്ത് കണ്ടത് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. എന്തായാലും ഉള്ളതെന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. ഞാൻ ചോദിക്കണം, ഇത് മനസ്സിലാക്കിയ ഒരാൾക്ക് എങ്ങനെയാണ് ഇത്തരം കൂത്താട്ടങ്ങളിൽ എത്തിപ്പെടാൻ സാധിക്കുക? ഇത് ഉപദേശിക്കുന്ന പണ്ഡിതന്മാരെ ചീത്ത പറയാൻ കഴിയുക? അത് ബോധപൂർവം ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ഖുർആനിനെ എതിര് ചെയ്യുന്നു എന്നല്ലേ നമ്മൾ പറയേണ്ടി വരും. ഇനി വേറെ നോക്കി, നിങ്ങൾ പെൺകുട്ടികളോട് പറയുന്നത് അഥവാ സ്ത്രീകളോട് വകുല്ലുൽ മുഅ്മിനാത്ത്, നബിയെ പറയുക, അതൊക്കെ ഖുർആന്റെ ആയത്താണ് ഓതുന്നത്. നബിയെ പറഞ്ഞു കൊടുക്ക്, യഗ്ദൂന മിൻ അബ്സ്വാരിഹിന്ന, അവരുടെ കണ്ണുകളെ, അവരുടെ ദൃഷ്ടികളെ അവരും താഴ്ത്തട്ടെ. വയഹ്ഫദന ഫുറൂജഹുന്ന, അവരുടെ ഗുഹ്യാവയവങ്ങളെ അവർ സൂക്ഷിക്കുകയും ചെയ്യട്ടെ. അപ്പൊ ദൃഷ്ടി താഴ്ത്തുക, കാണാൻ പാടില്ലാത്തത് കാണാതിരിക്കുക, അതുപോലെ തന്നെ അവരുടെ ലൈംഗിക ആഗ്രഹങ്ങളെ അവർ സൂക്ഷിക്കുക എന്നത് പെൺകുട്ടികളോട് അഥവാ സ്ത്രീകളോടും പറയുന്നത്. ഇത് മനസ്സിലാക്കുന്ന ഒരു പെൺകുട്ടിക്ക്, ഒരു ഉമ്മത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിക്ക് എങ്ങനെയാണ് ഇങ്ങനെ മിങ്കിള് ചെയ്ത് ഒരു ഡാൻസ് ചെയ്യാൻ അവർക്ക് കഴിയുക? എങ്ങനെയാണ് ഇത് ഉപദേശിക്കുന്ന പണ്ഡിതന്മാരെ അവർക്ക് ചീത്ത പറയാൻ കഴിയുക? ആലോചിക്കേണ്ട കാര്യമാണ്. ഇനി സൗന്ദര്യം മറ്റൊരാളുടെ മുമ്പിൽ ഒരു മുസ്ലിം സ്ത്രീ പ്രദർശിപ്പിക്കുന്നതിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞാൽ എന്താ? അതേ ആയത്തിൽ തന്നെ പറയുന്നത്, വലാ യുബ്ദീന, നിങ്ങൾ ഒരിക്കലും വെളിപ്പെടുത്താതിരിക്കാൻ, സീനത്തഹുന്ന, നിങ്ങളുടെ അവരുടെ സൗന്ദര്യത്തെ, ഇല്ലാ മാ ലഹറ മിൻഹാ, അവരിൽ നിന്ന് പ്രകടമായതൊഴിച്ച് ബാക്കിയുള്ള സൗന്ദര്യം മറ്റുള്ളവരുടെ മുമ്പിൽ അവർ പ്രകടമാകാതിരിക്കാൻ. വൽയദ്രിബിന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന, വൽയദ്രിബിന, അവർ ആക്കുകയും ചെയ്യട്ടെ, ബിഖുമുരിഹിന്ന, അവരുടെ മുഖമക്കനകളെ, അലാ ജുയൂബിഹിന്ന, അവരുടെ മാറിടത്തിലൂടെ അവർ താഴ്ത്തിയിടട്ടെ എന്നാണ്. അപ്പോ മക്കന ധരിക്കണം എന്ന് മാത്രമല്ല, അതെന്ത് ചെയ്യണം? മാറ് കാണാത്ത രീതിയിൽ, കഴുത്ത് കാണാത്ത രീതിയിൽ അവർ കഴുത്തിലൂടെ അത് തൂക്കിയിടുകയും വേണം
എന്ന് വിശുദ്ധ ഖുർആനാണ് പറയുന്നത്. നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നിങ്ങളെ സൗന്ദര്യം ആ അനുവദിക്കപ്പെട്ടതല്ലാത്തത് നിങ്ങൾ പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ പാടില്ല. ഇത് ഖുർആനാണ് പറയുന്നത്. ഇത് അറിയുന്ന ഒരു പെൺകുട്ടിക്ക് എങ്ങനെയാണ് നടുറോട്ടിൽ വെച്ച് ആയിരക്കണക്കിന് ആളുകൾക്കിടയിൽ വെച്ച് ആണും പെണ്ണും കൂടിയാടി ഒരുമിച്ച് ആ രീതിയിൽ തുള്ളാൻ എങ്ങനെ സാധിക്കും? പെൺകുട്ടികൾ ചിന്തിക്കേണ്ട കാര്യം. ഇത് മനസ്സിലാക്കിയ ഒരാൾക്ക് അത് കഴിയില്ല. ഈ ആയത്തും ഹദീസും പറയുന്ന പണ്ഡിതന്മാരെ ഒരിക്കലും ചീത്ത പറയാനും അവരെ ശപിക്കാനും ഒരു കാരണവശാലും കഴിയില്ല. ഇനി ഇത് തുള്ളിച്ചാടിനെ കുറിച്ച് പറഞ്ഞാൽ എന്താ? വലാ യദ്രിബന ബിഅർജുലിഹിന്ന ലിയുഅലമ മാ യുഖ്ഫീന മിൻ സീനതിഹിന്ന. വലാ യദ്രിബന, അവർ അടിക്കുകയും ചെയ്യരുത്. ബിഅർജുലിഹിന്ന, അവരുടെ കാലിട്ട് അവരടിക്കാൻ പാടില്ല. എന്തിനു വേണ്ടി? ലിയുഅലമ മാ യുഖ്ഫീന മിൻ സീനതിഹിന്ന, അവർ മറച്ചു വെക്കേണ്ടുന്ന അവരുടെ സൗന്ദര്യത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി. അങ്ങനെ തന്നെ ഖുർആന്റെ പ്രയോഗം. എന്തിന്? ലിയുഅലമ മാ യുഖ്ഫീന മിൻ സീനതിഹിന്ന, അവർ ഒളിച്ചു വെക്കേണ്ട അവരുടെ ആ സൗന്ദര്യത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അവരുടെ കാലിട്ട് അവർ അടിക്കാൻ പാടില്ല. അഥവാ അങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ, പൊതുജനങ്ങളുടെ മുമ്പിൽ നൃത്തം ചെയ്യാൻ പാടില്ല. ഖുർആനാണ് ഈ പറയുന്നത്. അപ്പൊ ഇത് ഖുർആനിന്റെ ആയത്താണെങ്കിൽ, ഇത് മുസ്ലിമീങ്ങളാണെങ്കിൽ, ഈ ആയത്ത് ഖുർആനിൽ ഉണ്ടായിരിക്കെ എങ്ങനെയാണ് നമ്മുടെ പെൺകുട്ടികൾക്ക് റൂട്ടിലേക്ക് ഇറങ്ങാൻ കഴിയുന്നത്? ഈ രീതിയിൽ പുരുഷന്മാരുടെ കൂടെ ആടിപ്പാടാൻ കഴിയുന്നത്? ആലോചിക്കേണ്ടതാണ്. എങ്ങനെയാണ് ഇത് ഉപദേശിക്കുന്ന പണ്ഡിതന്മാരെ ചീത്ത പറയാൻ അവർക്ക് കഴിയുന്നത്? ഇനി നോക്കി, നിങ്ങൾ കൊഞ്ചിക്കുഴയുന്നതുമായി സംബന്ധിച്ച് ഇപ്പൊ എന്താ ഇൻസ്റ്റാഗ്രാമിലൂടെ ഒക്കെ കാണുന്നത്? തന്റെ ശരീരത്തെ വളരെ ആകർഷകമായ രീതിയിൽ മറ്റുള്ളവർക്ക് കാണിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്? യാ നിസാ അന്നബി, നബിയുടെ പത്നിമാരെ, ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ, നിങ്ങൾ മറ്റു പെണ്ണുങ്ങളെ പോലെയല്ല. ഇനിത്തഖൈതുന്ന, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നുവെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ പോലെയല്ല. ഫലാ തഖ്ളഅന ബിൽ ഖൗലി, ഒരിക്കലും നിങ്ങൾ വാക്കുകളിൽ കൊഞ്ചിക്കുഴയരുത്. എന്താ കൊഞ്ചിക്കുഴഞ്ഞാൽ? ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ വഖുൽന ഖൗലൻ മഅറൂഫാ, ഹൃദയങ്ങളിൽ രോഗമുള്ള പുരുഷന്മാരുണ്ടാകും. അങ്ങനെ തന്നെ ഖുർആൻ പറഞ്ഞു. ഹൃദയങ്ങളിൽ ഞരമ്പ് രോഗമുള്ളവരുണ്ടാകും. അത്തരം ആളുകൾ നിങ്ങൾ ആക്രമിച്ചേക്കാം, നിങ്ങളെ പ്രയാസപ്പെടുത്തിയേക്കാം. അതുകൊണ്ടൊരിക്കലും തന്നെ നിങ്ങൾ അവരെ മോഹിപ്പിക്കുന്ന രീതിയിലുള്ള കൊഞ്ചിക്കുഴയിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആനാണ് പറയുന്നത്. അങ്ങനെ മുസ്ലിം ഉമ്മത്തിന്റെ സ്ത്രീകൾക്ക് പോകാൻ പാടില്ല. ഖുർആന്റെ ആയത്താണ്. ഈ ആയത്ത് വിശ്വസിക്കുന്ന മുസ്ലിങ്ങളാണെങ്കിൽ, അങ്ങനെയുള്ള വീട്ടിൽ നിന്ന് പോണ കുട്ടികളാണെങ്കിൽ എങ്ങനെയാണ് സുഹൃത്തുക്കളെ ഇങ്ങനെ ചെയ്യാൻ പറ്റുക? നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. പിന്നെ ഇതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ലജ്ജ നഷ്ടപ്പെടുമ്പോഴാണ്. അതായത് എന്റെ വാപ്പ കണ്ടാ എന്താ തോന്നുന്നു, എന്റെ ഉമ്മ കണ്ടാ എന്താ തോന്നുന്നു, എന്റെ നാട്ടുകാർ കണ്ടാ എന്താ തോന്നുന്നു, ആ തോന്നൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. പിന്നെ ഇത് ചെയ്യുന്നു എന്ന് മാത്രമല്ല, അത് പകർത്തി ഏറ്റവും ആകർഷകമായ രീതിയിൽ അത് ഇൻസ്റ്റാഗ്രാമിലേക്ക് വെച്ച് എല്ലാവരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രീതി അത് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊരു കാലം തൗബ ചെയ്തു എന്ന് വിചാരിക്കുക, മടങ്ങി എന്ന് വിചാരിക്കുക, എന്നാലും ആ സാധാരണ ഇൻസ്റ്റാഗ്രാമിലുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കണം അതിന്റെ ഗൗരവം എത്രയെന്നുള്ളത്. പെൺകുട്ടികളോടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ചെയ്യുന്ന ഗൗരവം എത്ര ഉണ്ടെന്ന് ആലോചിക്കണം. അതിന്റെ നാട്ടുകാർ ഉണ്ടായാലും അത് കുഴപ്പമില്ലാന്ന് തോന്നുന്നത് എന്താ അറിയോ? ഈ ലജ്ജ മനസ്സിന്ന് പോണതാണ്. എന്താ ലജ്ജനെ പറ്റി റസൂലുള്ളാഹി പറഞ്ഞത്? അൽ ഹയാഉ വൽ ഈമാനു ഖുറനാഉ ജമീഅ, ലജ്ജയും ഈമാനും പരസ്പരം വേർതിരിക്കാൻ കഴിയാത്ത രീതിയിൽ ഇരട്ട സംഗതികളാണ്, ആശയങ്ങളാണ്. അത് രണ്ടും ഒരുമിച്ച് നിൽക്കുന്നതാണ്. ഫൈദാ റുഫിയ അഹദുഹുമാ റുഫിയൽ ആഖർ, അതിലൊന്ന് പോയാൽ മറ്റേതും പോകും. ലജ്ജ നഷ്ടപ്പെട്ടാൽ ഈമാൻ പോകും, ഈമാൻ നഷ്ടപ്പെട്ടാൽ ലജ്ജയും പോകും. ഇന്ന് നമ്മുടെ സമുദായത്തിൽ പകുതി പോയിട്ടുണ്ട്. എന്താണത് ചെയ്താൽ എന്നൊരു കുഴപ്പം മനസ്സ് തോന്നണേയില്ല. ഞാൻ സഹോദരിമാരോടാണ്, പെൺമക്കളോടാണ് പറയുന്നത്. നിങ്ങൾ ഇതിനെപ്പറ്റി ആലോചിക്കും. നിങ്ങൾക്ക് ഒരു ആണുങ്ങളെ മുമ്പിൽ ഈ രീതിയിൽ തന്റെ മാറും തന്റെ ശരീരവും മുഴുവൻ ഉടുത്തൊരുമ്പി അതിനായി വേഷം കെട്ടി വന്ന് ഉടുത്ത് തുള്ളിച്ചാടുമ്പോ നിങ്ങൾക്ക് ഒരു ഉളുപ്പും തോന്നുന്നില്ല എങ്കിൽ, മനസ്സിലൊരു കുറ്റബോധവും തോന്നുന്നില്ല എങ്കിൽ, റസൂലുള്ളാഹി പറഞ്ഞു, ഇദാ ലം തസ്തഹി ഫസ്നഅ മാ ശിഅത, നിനക്ക് ലജ്ജ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തോന്നിയത് നീ ചെയ്തോ. അവർ തോന്നിയത് ചെയ്തോളും. ലജ്ജ പോയാൽ പിന്നെ തോന്നിയത് ചെയ്യാൻ പ്രയാസമല്ല. പിന്നെ ഞാൻ ലജ്ജയും ഉളുപ്പൊക്കെ വിചാരിച്ചു കണ്ട് നിന്നാ എനിക്ക് ഇവിടെ ഉഷാറാകാൻ പറ്റൂല എന്നാണോ വിചാരം? എന്നാ റസൂലുള്ളാഹി പറഞ്ഞത് എന്താ? അൽ ഹയാഉ ലാ യുതി ഇല്ലാ ബിഖൈർ, ഒരിക്കലും ലജ്ജ നിങ്ങൾക്ക് ഖൈറല്ലാതെ വരുത്തുകയില്ല. അപ്പൊ ലജ്ജ എന്ന സ്വഭാവം അതെല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ്.
അത് മനുഷ്യൻ നന്മയല്ലാതെ ഉണ്ടാവില്ല. ആ ലജ്ജ ഊരിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എന്തും ചെയ്യാം, എന്തും വിളിച്ചു പറയാം, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ ഈ ആശയങ്ങളൊക്കെ പഠിച്ച ഒരു പെൺകുട്ടിക്ക് എങ്ങനെയാണ് നടുറോട്ടിൽ വന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക? അത് കഴിയില്ല, ഒരിക്കലും കഴിയില്ല. അതുപോലെ തന്നെ ഇത് ഉപദേശിക്കുന്ന പണ്ഡിതന്മാരെ ചീത്ത പറയാനും കഴിയില്ല. ഇതൊക്കെ കഴിയണതപ്പ ദീന് മനസ്സിന്ന് പോയിട്ടുണ്ട്. അത് വേഷത്തിലും സ്വഭാവത്തിലും അവിടെയും ഇവിടെ പേരിലൊക്കെ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദീന് മനസ്സിന്ന് പോയിട്ടുണ്ട്, വൻ തോതിൽ ഇന്ന് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടി ഇങ്ങനെ ചമഞ്ഞൊരുങ്ങി വരുന്നതിനെ സംബന്ധിച്ച് എന്താ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്? റസൂലുള്ളാഹി പറഞ്ഞു, സിൻഫാനി മിൻ അഹ്ലി നാർ, 2 വിഭാഗം നരകത്തിലാണെന്ന് പറഞ്ഞു. അത് രണ്ടാമത്തെ വിഭാഗം പറഞ്ഞത് ആരാണ്? വനിസാഉൻ, അത് ചില സ്ത്രീകളാണ്. എന്താ സ്ത്രീകളെ പ്രത്യേകത? കാസിയാത്തുൻ ആരിയാത്തുൻ, അവർ വസ്ത്രം ധരിച്ചിട്ടും നഗ്നരാണ്. അളച്ചു നോക്കി നിങ്ങൾ, 1400 കൊല്ലം മുമ്പ് റസൂലുള്ളാഹി പറഞ്ഞു. വസ്ത്രം അവർ ധരിച്ചിട്ടുണ്ട്, പക്ഷെ അവരുടെ ശരീരം ഏറ്റവും മെഴുകോടുകൂടി അഴകോടുകൂടി സമൂഹത്തിൽ പ്രദർശിപ്പിക്കുന്ന രീതിയിലാണ് അവർ വസ്ത്രം ധരിച്ചിരിക്കുന്നത്. ഒന്ന്. പിന്നെയോ മുമീലാത്തുൻ മായിലാത്തുൻ, മറ്റുള്ളവരെ തങ്ങളിലേക്ക് ആകർഷിക്കുകയും സ്വയം ആകർഷിക്കപ്പെടുകയും ചെയ്യുന്ന സ്ത്രീകൾ. അത് വേറെ ആരെങ്കിലും പോലുണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചാകർഷിപ്പിക്കാം, അത് ഇൻസ്റ്റാഗ്രാമിലിട്ട് അത് പരമാവധി ഷെയറും ലൈക്കും കൊടുത്ത് എല്ലാവരിലേക്കും അയച്ചു കൊടുത്ത് ഇത് അന്നെ കണ്ടോ എന്ന് പറഞ്ഞ് ആളുകളെ ഇങ്ങോട്ട് ആകർഷിപ്പിക്കുന്ന സ്ത്രീകൾ. ഒന്നുകൂടി പറഞ്ഞു, റുഊസഹുന്ന കസ്നിമത്തിൽ ബുഖ്തിൽ മാഇല, അവരുടെ തല എങ്ങനെയായിരിക്കും അറിയോ? ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെയായിരിക്കുമെന്നാണ്. ഒട്ടകപ്പൂഞ്ഞിന്റെ പ്രത്യേകത എന്താ? ഒട്ടകങ്ങൾ നടക്കുമ്പോൾ ആ പൂഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാഞ്ഞും ചെരിഞ്ഞുമാണ് നടക്കുക. ഇതേപോലെ ചില സ്ത്രീകൾ അവരുടെ ഈ മുടിയൊക്കെ മുകളിലേക്ക് കെട്ടിവെച്ച് ഉണ്ടയാക്കി, എന്നിട്ട് ഹീലുള്ള ചെരുപ്പുമിട്ട് ആ മറ്റുള്ള ആളുകളെ തന്നിലേക്ക് ആകർഷിക്കുന്ന രീതിയിൽ കാമക്കഴുകുകളും കണ്ണുകളുമായി ആരെങ്കിലും നോക്കിയിരിക്കുന്നുണ്ടെങ്കിൽ അവരെ തന്നിലേക്ക് അവരുടെ കൂർത്ത കണ്ണുകൾ ആകർഷിക്കുന്ന രീതിയിൽ ഇങ്ങനെ ചാഞ്ഞും ചെരിഞ്ഞും നടക്കുന്ന സ്ത്രീകൾ. ഞാനെന്താ വിശേഷണം പറയാൻ പറയാത്തത്? ഇന്ന് ഇൻസ്റ്റാഗ്രാം തുറന്നാൽ കാണുന്ന സാധനങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. എന്നിട്ട് എന്താ പറഞ്ഞു തരില്ല? ഇത് ഫുള്ളും ചെന്ന, ഈ ആൾക്കാർ സ്വർഗത്ത് പോകട്ടോ. നിർത്തിയില്ല. സ്വർഗം എന്നല്ല, സ്വർഗത്തിന്റെ മണം കൂടി ഒരു രൂപമില്ല. അപ്പൊ എന്താ നമ്മളെ മക്കളെ അവസ്ഥ? എനിക്ക് ഇത് പറഞ്ഞതിന്റെ അടിയിൽ എന്താ പറയാ അറിയോ? നിങ്ങളാ പറയുന്ന സ്വർഗം ഞങ്ങൾക്ക് വേണ്ട, നിങ്ങളാ പറഞ്ഞ നരകത്തിക്കാൻ പോയിക്കോട്ടെ, നിങ്ങൾക്ക് എന്താ? ഇതാണ് ഇത് ചോദിക്കുമ്പോ രക്ഷിതാക്കളും ആൾക്കാരെന്താ പറയാ? അത് ശരിയല്ല, ഇപ്പത്തെ കാലല്ല, എന്താ കുറ്റം പറയേണ്ട കാര്യം? നമ്മളിങ്ങനെ പള്ളിയിൽ വരുന്നു, മുസ്ലിം പേരുണ്ടാവുന്നു, അതിങ്ങനെ ഒരു ആവഭാവത്തിലുണ്ട് എന്നല്ലാതെ ഈ ഖുർആനിലൊന്നും പറയുന്ന ഹദീസിലൊന്നും പറയുന്ന രീതിയിലല്ല ഇന്ന് ഞാൻ പറയുന്നത്. നമ്മളെ കുട്ടികളെ കാര്യം നമ്മൾ പഠിക്കണം. ശരി, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? മറ്റൊരു വിഭാഗത്തിനോട് സദൃശ്യരാകുക. എനിക്ക് വിശ്വാസമൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല, അത് വേറെയാണ്, അതൊരു സന്തോഷത്തിൽ പങ്കെടുക്കലാണെന്നൊക്കെ പറഞ്ഞാൽ അതിനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ഒരു കൗമിനോട് നിങ്ങൾ സദൃശ്യരായാൽ നിങ്ങൾ അവരിൽപ്പെട്ടവരായി എന്ന്. എത്ര വ്യക്തമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരു വര എന്തായാലും വരക്കണമല്ലോ. എല്ലാവരും പറയുന്നത് അതിൽ ഇന്ന കാര്യങ്ങളൊന്നും പാടില്ല എന്ന് പറയും, അല്ലേ? അതെപ്പോഴാണോ നമ്മളത് പാടില്ല എന്നൊരു കാര്യം പറയുന്നത്, അപ്പോ പല ആളുകളും നിങ്ങൾ എന്താ അത് പെടാത്തത്? തന്നെ പറഞ്ഞാൽ മതി, എന്ത് അത് നിങ്ങളതാണെന്ത് ഞങ്ങളത് വേറെയാണ്. അത് പറഞ്ഞ വിഷയം തീർന്നു. അത് പറയാനുള്ള മടി കൊണ്ട് ആളുകൾ കാട്ടിക്കൂട്ടുന്ന സംഗതികൾ എന്തൊക്കെ എഴുതി വെച്ചോളി. ഇതിവിടെ നിന്ന് നിൽക്കൂല, ഇതിവിടെ ഒന്നും നിൽക്കൂല. അവസാനം ചെറ കെട്ടുമ്പോ നേരത്തെ നേപ്പാളിൽ കണ്ട മിന്നൽ പ്രളയത്തിൽ ഒലിച്ചു പോയതുപോലെ കുടുംബടക്കം ഒലിച്ചു പോകുമ്പോ കൈവരല് കടിച്ച് കാത്തു നിൽക്കേണ്ടി വരും. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സംശയിക്കൊന്നും വേണ്ട കാര്യം. ഇനി ഇതിന് ന്യായീകരണം ചമക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ എന്ത് പറഞ്ഞാലും ഇതൊക്കെ ന്യായീകരിക്കും. ആ ന്യായീകരിക്കുന്നവരെ കുറിച്ച് കണ്ട് എന്താ പ്രമാണങ്ങളിലുള്ളത് അതുകൂടി നമ്മൾ കേൾക്കണം. ഇതൊക്കെ ഇസ്ലാമോ ശരി സത്യം എന്നുള്ളതിന്റെ തെളിവാണ്. നോക്കി റസൂലുള്ളാഹി പറഞ്ഞു നോക്കി നിങ്ങൾ, എന്റെ ഉമ്മത്തിൽ നിന്ന്, പുറത്തുനിന്നല്ല കേട്ടോ, എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരു കൂട്ടരുണ്ടാവും. എന്താ കൂട്ടരെ പ്രത്യേകത എന്നറിയോ? യസ്തഹില്ലൂന, അവർ ഹലാലായി വാദിക്കും, ഒക്കെ അനുവദനീയാണെന്ന് പറയും. എന്തൊക്കെ അനുവദനീയാന്ന് പറയാം? അൽ ഹിറ, അവര് വ്യഭിചാരം, ആണും പെണ്ണും തമ്മിൽ കല്യാണമൊന്നും വേണ്ട, അത് ലിവിങ് ടുഗദർ ആകാം, ഒരുമിച്ച് ജീവിക്കാം. ഈ അടുത്തൊരാൾ പറഞ്ഞത് ഒരു കോളേജിൽ ഹോസ്റ്റലിൽ ചേർക്കാൻ വേണ്ടി കുട്ടിനെ കൊണ്ടുപോയപ്പോൾ അവിടെ ചേർക്കാതെ പോകുന്നു പറഞ്ഞു. നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഹോസ്റ്റൽ മിക്സഡ് ഹോസ്റ്റലാണ്. അതായത് അട്ടിക്കട്ടിക്ക് ഇങ്ങനെ കുട്ടികളെ കട്ടിലെടുക്കുക. അടിയിൽ കട്ടിലൊരു പെൺകുട്ടി, അതിന്റെ മുകളിൽ കട്ടിൽ ആൺകുട്ടി, അതിന്റെ മുകളിൽ പെൺകുട്ടി, അങ്ങനെ
ഒരു റൂമിൽ 5ഉം 6ഉം ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേ പ്രായമുള്ള കുട്ടികൾ ഏതോ നാട്ടിലുള്ള ആൾക്കാർ ഒരുമിച്ച് ജീവിക്കും. അതിനാണ് ഇവിടുന്ന് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞുകൊണ്ട് പൈസയും കൊടുക്കുന്നുണ്ട് നമ്മൾ ആൾക്കാർ പറഞ്ഞത്. അപ്പൊ ഇത് പറഞ്ഞാൽ എന്താ അതൊന്നും പ്രശ്നമില്ല അല്ലേ, അതൊന്നും കുഴപ്പമില്ല, ഞാൻ അങ്ങനെ തട്ടു അല്ലേ. ഇപ്പൊ കല്യാണം കഴിക്കാൻ ആരെയും കിട്ടുന്നുണ്ടോ? ഓല് കണ്ടെത്തിന് പിന്നാലെ നിങ്ങൾക്കല്ലാതെ ഉണ്ടോ? ഇനി എന്തെങ്കിലും അവർ അതിന് മുമ്പൊരു ബന്ധം നടത്തിയ അതിപ്പോ ഈ കാലത്ത് ആരാ നടത്താത്തത്? ഇതായി പറഞ്ഞതേ എന്തായാലും കുഴപ്പമില്ല. വ്യഭിചാരം അതൊന്നൊരു കുഴപ്പമില്ല എന്ന് പറയണ വാദിക്കണ കൗമ് പുറത്തുനിന്നുണ്ടാവുന്നല്ല, ഉള്ളുന്നുണ്ടാവും. വൽ ഹരീറ അതുപോലെ പട്ടുവസ്ത്രങ്ങൾ പുരുഷന്മാർക്ക് അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്ന വിഭാഗം ഉണ്ടാവും. വൽ ഹംറ അതേപോലെ തന്നെ ലഹരി അതിനൊന്നും വിലക്കണ്ട എന്ന് പറയുന്ന ആളുകളുണ്ടാവും. വൽ മആസിഫ അതുപോലെ വാദ്യോപകരണങ്ങൾ സംഗീതോപകരണങ്ങൾ അതൊന്നും പ്രശ്നമില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. എവിടുന്നുണ്ടാവും? ഉമ്മത്തിന്റെ ഉള്ളിൽ നിന്നുണ്ടാകും. പിന്നെ പറഞ്ഞ എന്താ? സയകൂനു ഫീ ആഖിരി സമാൻ അവസാന കാലഘട്ടമാകുമ്പോ ഇതാ ഈ സമൂഹത്തിൽ വരും എന്തൊക്കെ? ഖസ്ഫുൻ ഭൂമി ആണ്ടുപോകും. വളരെ രാജകീയമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പെട്ടെന്നതാ അവർ ഭൂമിയിലേക്ക് ആണ്ടുപോകുന്നു. വഖദ്ഫുൻ അതേപോലെ തന്നെ ആകാശത്ത് നിന്ന് കല്ലുമഴ വരും, കല്ലുമഴ വർഷിക്കും. വമസ്ഖുൻ രൂപം മാറും, ഭൂമിയുടെ രൂപം മാറും. ഒരു ദിവസം നമ്മൾ നോക്കുമ്പോൾ നല്ല വിശാലമായ സ്ഥലം, പിന്നെ എപ്പോഴും കണ്ടില്ല നിങ്ങൾ എത്ര സൗന്ദര്യമുള്ള സ്ഥലമാണ്, ആ ഭൂപ്രദേശമാണ്. അത് വെറും സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ അതിന്റെ മറുപ്പുറമായി മാറി. അതേപോലെ ഭൂമിയുടെ രൂപം മാറുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. എപ്പോഴാ അതൊക്കെ ഉണ്ടാകുക? ഇതാഹരത്തിൽ വാദ്യോപകരണങ്ങൾ കാതടപ്പിക്കുന്ന സംഗീതം, മ്യൂസിക് അതുപോലെയുള്ളത് രാജ്യത്ത് പ്രകടമാകുമ്പോ വൽഖൈനാത്ത് ആ മ്യൂസിക്കിനനുസരിച്ച് നൃത്തമാടുന്ന നർത്തകികൾ രംഗത്ത് വരുമ്പോ വസ്തുഹില്ലത്തിൽ ഖംർ അതുപോലെ തന്നെ ലഹരി സാധനങ്ങൾ അത് ഹലാലാണെന്ന് വാദിക്കുമ്പോ അത് വീര്യം കുറഞ്ഞത് കുഴപ്പമില്ലെന്ന് പറയുമ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോ ലോകത്തെന്ത് വരും? ഖദ്ഫ് വരും, അതുപോലെ തന്നെ മസ്ഖ് വരും, ഖസ്ഫ് വരും, എല്ലാം വരും. ഇതൊക്കെ കണ്ടുകൊണ്ട് കണ്ടാലും അതൊന്നും എനിക്ക് പ്രശ്നമില്ല എന്ന് പറയുന്നവർക്ക് ആ പ്രശ്നം വരുന്ന ഒരു നാള് വരാനുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ഒന്നുകിൽ മുസ്ലിം ആകാം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആകാം. ഈ രണ്ടിലും കെട്ട രീതിയിൽ പോകാതൊക്കെയാണ് നല്ലത്. നല്ല ശ്രദ്ധ ആവശ്യം. അള്ളാഹു എല്ലാ മുസീബത്തിൽ നിന്നും നമ്മളെയും നമ്മുടെ മക്കളെയും കാത്തിരക്ഷിക്കണം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ആഘോഷങ്ങളെക്കുറിച്ചും നൃത്യങ്ങളെക്കുറിച്ചും അതൊന്നും ഇസ്ലാമികമായി പാടില്ല എന്ന് പറയുമ്പോൾ ചിലർ ചോദിക്കുന്ന ചോദ്യമാണ് എന്ത്? അപ്പോൾ ഒരാൾ മുസ്ലിമായ പിന്നെ അയാൾക്ക് സന്തോഷിക്കാനൊന്നും പാടില്ല. അയാൾ ഇങ്ങനെ മുഖം പൊറിപ്പിച്ച് ഇങ്ങനെ നടക്കുക വേണ്ട, ഇന്ന് ചിരിക്കുക, കളിക്കുക, കുട്ടികളൊരു ആഘോഷമൊക്കെ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ഡാൻസ് ചെയ്യുക. അപ്പോഴേക്കും നിങ്ങൾ ഈമാനം കൊണ്ട് ഒലിച്ചു പോകും, നിങ്ങൾ ഇസ്ലാമൊക്കെ കൊണ്ട് തകർന്നു പോകും. അത്ര ഉറപ്പില്ലാത്തതപ്പം നിങ്ങളെ മതം എന്ന് ചോദിക്കുന്ന വ്യാപകമായ ചോദ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. എല്ലാം എന്തിനാ ഇങ്ങനെ അണകെട്ടി നിർത്തുന്നത്? എന്തിനാ എല്ലാം നിയന്ത്രിച്ച് നിർത്തുന്നത്? അത് പാടില്ല, ഇത് പാടില്ല, അവിടെ പോകാൻ പാടില്ല, ഇവിടെ വരാൻ പാടില്ല, അങ്ങനെ കുറെ പാടില്ല എന്ന് പറഞ്ഞ ഒരു ഹറാമിന്റെ ജയിലാണോ ഈ ഇസ്ലാം എന്ന് പറഞ്ഞാൽ? പിന്നെ എങ്ങനെ മുസ്ലിങ്ങളാകുക? ഇപ്പോഴത്തെ തലമുറ എങ്ങനെ ഇസ്ലാമാകാൻ കിട്ടുക? ഇതാണ് ആൾക്കാർ ചോദിക്കുന്ന ചോദ്യം. ഇതിപ്പോ ആരെങ്കിലും അല്ല, സമുദായത്തിൽപ്പെട്ടവർ ചോദിക്കുന്നത്. ഇതൊക്കെ നമ്മൾ വിവരക്കേടിന്റെ അങ്ങേ തല. എന്താ യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ പാടില്ല എന്ന് പറയുന്ന ഹറാമല്ലല്ലോ കൂടുതൽ, ആണോ? അല്ല, ഹറാമ് വളരെ കുറച്ച്, ബാക്കിയൊക്കെ ഹലാലാണ്. ഇപ്പൊ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്താ ഹറാമായുള്ളത്? പന്നിമാംസം പാടില്ല, അതുപോലെ ശവം പാടില്ല എന്ന് പറഞ്ഞു, രക്തം പാടില്ല എന്ന് പറഞ്ഞു, അല്ലല്ലാത്തവരുടെ പേരിൽ അറുത്ത് തിന്നാൻ പാടില്ല, ഇത്രേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങളും പിന്നെ ഹിംസ്ര ജന്തുക്കൾ. ഇതിപ്പോ സാധാരണ മുസ്ലിം അല്ലാത്തവരും എന്ത് ചെയ്യൂല, ചോരൊടിക്കും, അതുപോലുള്ള. അപ്പൊ ഇതേ ഹറാമുള്ളൂ, ബാക്കിയൊക്കെ ഹലാലാണ്. വേറെ ദുനിയാവിൽ എന്തൊക്കെ ഉണ്ട് അല്ലേ? അതുപോലെ വസ്ത്രം നോക്കി നിങ്ങൾ, പുരുഷന്മാർക്ക് പട്ടുവസ്ത്രം പാടില്ല, ആഭരണം പുരുഷന്മാർ അണിയാൻ പാടില്ല. ഇതാണ് ഇപ്പൊ ഹറാമുള്ളത്. പിന്നെ രണ്ടു കൂട്ടരും വസ്ത്രം ധരിക്കുമ്പോൾ ഔറത്ത് മറക്കണം, ഇത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ അവർക്ക് എടുക്കാം. ഈ പറഞ്ഞ നിയമം ഇപ്പൊ തത്വം പാലിച്ചാൽ മതി, ഒരു പ്രശ്നമില്ല, ഏത് കളർ ഉപയോഗിക്കാം. പക്ഷെ ഈ തത്വം പാലിക്കണമെന്ന് മാത്രമേ. അതുപോലെ സാമ്പത്തിക രംഗത്ത് എന്തേ പാടില്ലാത്തുള്ളൂ? പലിശ പാടില്ല,
ചൂതാട്ടം പാടില്ല, വഞ്ചന പാടില്ല, തട്ടിപ്പ് പാടില്ല. അതേമാതിരി വ്യക്തതയില്ലാത്ത കച്ചവട നിലപാടും പാടില്ല. ഇതിപ്പോ മതം പറയണ്ട, ഇത് രാജ്യത്തിന്റെ ഗവൺമെന്റ് അംഗീകരിക്കും. അതൊക്കെ തട്ടിപ്പും വെട്ടിപ്പോക്കും ഇല്ലല്ലോ, അത്രേ ഉള്ളൂ. വേറെ നിങ്ങൾക്ക് ഏത് കച്ചവടം കൊണ്ട് ചെയ്യാം. ആ കച്ചവടത്തിലൂടെയൊക്കെ വരുമാനം ഉണ്ടാക്കാം. വിനോദത്തിലും തന്നെ അശ്ലീലത പാടില്ല, ലഹരി പാടില്ല, വ്യഭിചാരം പാടില്ല, പരസ്പരം പരിഹസിക്കാൻ പാടില്ല, അത്രേ ഉള്ളൂ. പക്ഷെ ഇതന്നെ ചെയ്യണം എന്നാണ് പിന്നെ എന്താ കാട്ടുക? ഞാൻ പറയും, ഈ ഡാൻസും പരിപാടി ഉണ്ടാകുന്നത് എന്തിനാണ്? അത് ഏതെങ്കിലും ഒരു ആഘോഷം വരാൻ കാത്തിക്കണം. ഇപ്പൊ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഇപ്പൊ രക്ഷിതാക്കൾ പ്രയാസപ്പെടുന്നത്, എപ്പോ നോക്കിയാലും എന്തെങ്കിലും ആഘോഷം ഉണ്ടാവും. അതിന് പ്രത്യേക ഡ്രസ്സും പ്രത്യേക സാധനവും, അതിന് പ്രത്യേകിച്ച് കുട്ടികൾ യാത്ര പോവുക, വീട്ടിൽ പോവുക, എന്നിട്ട് അവർ കൂടി ആടുക. അവർക്ക് എന്നിട്ട് അവസാനം ലഹരിക്ക് എത്തും. അപ്പൊ ഈ ഓണാഘോഷത്തോടനുബന്ധിച്ച് എത്ര കോടിയാണ് കേരളത്തിൽ കുടിച്ചത്? അപ്പൊ ഈ ആഘോഷത്തിനിടയിൽ കോടികൾ കുടിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം. ഏറ്റവും കൂടുതൽ ഇപ്പൊ കുടിച്ചത് പെരുന്തൽമണ്ണ എന്നാ പറയുന്നത്. എന്താ അവസ്ഥ? അപ്പൊ ഇതേ പാടില്ല എന്ന് പറയുന്നുള്ളൂ ഇസ്ലാം. അല്ലാതെ സന്തോഷിക്കേണ്ടെന്നല്ല. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര, അള്ളാഹ് പറയാം നിങ്ങൾക്ക് എളുപ്പമാണ് അള്ളാഹ് ഉദ്ദേശിക്കുന്നത്. വലാ യുരീദു ബിക്കുമുൽ ഉസ്ര, ഒരിക്കലും ബുദ്ധിമുട്ട് മതം എന്ത് ചെയ്യുന്നില്ല, ഉണ്ടാകുന്നില്ല. പിന്നെ മാത്രമല്ല, വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടതാണ്, ഈ നിയന്ത്രണം എന്ന് പറയുന്നത് ഒരിക്കലും പ്രയാസപ്പെടുത്താനല്ല, അത് നമ്മളെ സുരക്ഷിതത്വത്തിനാണ്. ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. വണ്ടിക്ക് ബ്രേക്ക് ഇല്ലാത്തൊരു വണ്ടിയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? വണ്ടിക്ക് ബ്രേക്കിന്റെ ഉത്തരവാദിത്തം എന്താ? ഇപ്പൊ നമ്മൾ പറയുന്നത് വണ്ടി പറഞ്ഞാൽ ബ്രേക്ക് ഭയങ്കര പ്രശ്നമാണ്, ചവിട്ടിയ വണ്ടി നിൽക്കുക. അവിടെ എന്റെ വണ്ടിക്ക് ഞാൻ ബ്രേക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ അവനെ പറ്റി നമ്മൾ എന്താ പറയാ? ബ്രേക്കുള്ള വണ്ടിയെ ലക്ഷ്യത്തിലെത്തുള്ളൂ, മറ്റേതും വിടാൻ പറ്റും, പക്ഷെ ലക്ഷ്യത്തിലെത്തുള്ളൂ. ഏത് കൊക്കയിൽ പോയിട്ടാ പോകുന്നത് പറയാൻ പറ്റും. മനസ്സിലായി? അപ്പൊ ബ്രേക്കാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. എല്ലാം അങ്ങനെയാണ്. റെഡ് സിഗ്നൽ, ഇപ്പൊ വിദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ പിന്നെ പിഴ ചുമത്തുന്നത് സിഗ്നൽ തെറ്റിച്ചീനാണ്. സിഗ്നൽ നിർത്താനാണ്, സ്റ്റോപ്പ്, അവിടെ നിൽക്കണം. സ്റ്റോപ്പ് പറയുന്നിടത്ത് നിൽക്കണം. നിൽക്കണത് എന്തിനാ അറിയോ? നമ്മളെ തടിക്കും, ആ നാട് മര്യാദക്ക് പോകാനും. അപ്പൊ എവിടെ നിയമമില്ലാത്തത്? ഹോസ്പിറ്റലിൽ ചെന്ന നിയമമില്ല. അവിടെ പോയി ഡോക്ടർ റൂമൊക്കെ പാഞ്ഞു കയറില്ല. അതിനൊരു ടോക്കൺ എടുക്കണം, അതിന് പൈസ കൊടുക്കണം, അതിനൊരു മര്യാദ പാലിക്കണം അവിടെ, അല്ലേ? കോളേജിൽ നിയമമല്ലേ, സ്കൂളിൽ നിയമമല്ലേ, എവിടെ നിയമമില്ലാത്തത്? ഇത് ദീനിയായ ചില നിയമങ്ങൾ പറയുമ്പോഴേക്ക് അതൊക്കെ പിഞ്ഞാണക്കൂട്ട് കയറിയ കാളനെ പോലെ കുത്തി പുലർത്തിയിട്ട് ഇതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞ് പോണൊരവസ്ഥ. അത് അവസാനം കൊക്കി പോയിട്ട് മാറി. ബ്രേക്കില്ലാത്ത വണ്ടി പോണ മാതിരി പോകും. തർക്കിക്കൊന്നും വേണ്ട. ഈ വേറെ നിങ്ങൾ ആലോചിച്ച്, ഇസ്ലാം ഹറാമാണെന്ന് പറഞ്ഞത് സമൂഹത്തിന് ദോഷമല്ലാതെ വേറൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പൊ ലഹരി അതിലിപ്പോ ഒന്ന് ഹറാമാക്കി. എന്തിനാ തൂഫാൻ നടപ്പാക്കുന്നത്? നിങ്ങൾ പറയും, എന്തിനാ തൂഫാൻ നടപ്പാക്കുന്നത്? എന്തിനാ? അത് ലഹരി കൊണ്ടുണ്ടായ ഇടങ്ങേറ് സഹിച്ചിരിക്കണം. പലിശയുടെ അടിത്തറയിൽ കെട്ടിപ്പൊക്കിയ രാജ്യങ്ങൾ സാമ്പത്തികമായി തകർന്നിട്ടേ ഉള്ളൂ. അവിഹിത ബന്ധം പ്രോത്സാഹിപ്പിച്ച രാജ്യങ്ങളിൽ എയ്ഡ്സ് പകർന്നിട്ടേ ഉള്ളൂ. ഇപ്പൊ കേരളത്തിലെ കണക്ക് ഘട്ടങ്ങൾ 25 വയസ്സിന്റെയും 40 വയസ്സിന്റെയും ഇടയിലുള്ളവർക്കാണ് അത്ര കൂടുതൽ എയ്ഡ്സ് രോഗം ഇപ്പൊ കേരളത്തിലുള്ളത്. പുതിയ കണക്കാണ്. എന്താ ലിവിങ് ടുഗദർ ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊടുക്കല്ലേ, തോന്നിയമാതിരി ചെയ്യല്ലേ. നവജാത ശിശുക്കളെ കൂടുതൽ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളം. അപ്പൊ അത് അവിഹിത ബന്ധം വേണ്ടാന്ന് ഖുർആൻ പറയുന്നത്, ഇസ്ലാം പറഞ്ഞത് നമ്മളെ ഹൈറിനാണ്, അല്ലാതെ ഷെറിനല്ല. അതുപോലെ സ്ത്രീകൾക്ക് ചില സുരക്ഷാ നിയമങ്ങൾ പറഞ്ഞു. ആ നിയമം പാലിക്കാത്തതുകൊണ്ടല്ലേ ഈ നാട്ടിൽ സ്ത്രീകൾക്ക് പീഡനം ഉണ്ടാകുന്നത്? സ്ത്രീകൾക്ക് വേണ്ടി എത്ര നിയമം ഗവൺമെന്റിന് ഉണ്ടാക്കിയിട്ടുണ്ട്? എന്തുകൊണ്ട് ഉണ്ടാക്കാൻ കാരണം? അപ്പൊ ഗവൺമെന്റ് ഉണ്ടാക്കിയ കുഴപ്പം, അത് ബാഡ് ടച്ച് ഗുഡ് ടച്ച് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. എന്നാൽ ഇസ്ലാമിന് പറയാൻ നിങ്ങൾ പരസ്പരം കൈ കൊടുക്കരുത് കേട്ടോ എന്ന് പറഞ്ഞ പ്രശ്നമായി. അവസാനം ഈ പറഞ്ഞുകൊടുത്തൊക്കെ എല്ലാവരും എത്തുമ്പോഴേക്കും നമ്മളെ തലമുറ പോയിട്ടുണ്ടാവും. അതുകൊണ്ട് നേരത്തെ മുസ്ലിങ്ങളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ശരിക്കും ഇസ്ലാമിലേക്ക് മടങ്ങുക. ഈ ഇതിന്റെ കൂടെ നമ്മൾ പോകരുത്. പിന്നെ ഇതൊക്കെ ഞാൻ പറയുമ്പോഴും നിങ്ങൾ എന്ത് പറഞ്ഞ കാര്യമില്ല, ഞങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും, നിങ്ങൾക്ക് എന്താ എന്ന് ചോദിക്കണ ഏതെങ്കിലും മുസ്ലിം പെൺകുട്ടികളോ ആൺകുട്ടികളോ ഉണ്ടെങ്കിൽ അവരുടെ ഒറ്റ കാര്യം പറയാനുള്ളൂ, ഇതിന്റെ നഷ്ടം ഇവിടെ പറയുന്നവർക്കുമില്ല, പള്ളി കമ്മിറ്റിക്കുമില്ല, വീട്ടുകാർക്കുമില്ല, നിങ്ങൾക്ക് മാത്രമേ ഉണ്ടാവൂ. അങ്ങനെയാണ്. അള്ളാഹ്ക്കൊന്നും സംഭവിക്കും. എന്താ ഖുർആൻ പറഞ്ഞത്? വമൻ യശ്കുർ ഫഇന്നമാ യശ്കുറു ലിനഫ്സിഹി. നിങ്ങൾ നന്ദി കാണിച്ചാൽ അത് നിങ്ങൾക്കുള്ളതാണ്. അതിന്റെ ആ നന്ദി കാണിക്കുക എന്നുള്ളതിന്റെ ഗുണം നിങ്ങൾക്കുള്ളതാണ്. വമൻ ഗഫറ, എന്നാൽ നിഷേധിക്കുകയാണെങ്കിലോ ഫഇന്നല്ലാഹു ഗനിയ്യുൻ ഹമീദ്. അള്ളാഹു പരാശ്രയനാണ്, സ്തുത്യർഹനുമാകും. അള്ളാഹ്ക്കൊന്നും സംഭവിക്കില്ല. ഇപ്പൊ നമ്മളെ ഒരുപാട് ഇതേപോലെ സുബഹിസ്കരിക്കാണ്ട് വന്നു വിചാരിക്കും, പള്ളിയൊക്കെ ഭയങ്കര ഗംഭീര, അതിന്റെ പേരിൽ അള്ളാന്റെ ഇസ്സത്ത് കൂടൂല. ഈ നാട്ടിലുള്ള മുഴുവൻ പള്ളികൾ തകർത്ത് കളഞ്ഞു വിചാരിക്കും, ആരും നിസ്കരിക്കണില്ല, അതിന്റെ പേരിൽ അള്ളാന്റെ ഇസ്സത്തോട് കുറയില്ല. മനസ്സിലാവുന്നു? ഇത് നമ്മളൊരു ഏകദേശം ഒരു 10-60-70 വയസ്സ് വരെ ജീവിക്കേണ്ടത് പരീക്ഷണം. ഇത് കഴിഞ്ഞാൽ നേരെ മടങ്ങാനുള്ളത് അള്ളാഹ് ചോദിച്ചിട്ടുണ്ട്, നല്ല ഓർത്തു വെച്ചു പോകും. പിന്നെ നേപ്പാളിൽ കണ്ട മിന്നൽ പ്രളയം നോക്കി നിങ്ങൾ ഒക്കെ മനുഷ്യന്മാർ ചിന്തിക്കണ്ടേ?
ആളുകൾ അവിടെ ഇങ്ങനെ ക്യാമറ പിടിച്ച് നിൽക്കുമ്പോഴാണ് പിന്നെ ഓടിയടക്കം വെള്ളത്തിൽ പെടുക. ഇപ്പൊ 300 ചില്ലാൻ ആൾക്കാർ മരിച്ചു എന്നാ പറഞ്ഞു. 1400 ചില്ലാൻ ആൾക്കാരെ കാണാനില്ല എന്നാ പറഞ്ഞു. ആ കാണാനില്ലാത്ത അവസ്ഥ എന്തായിരിക്കും നമുക്കറിയാം, നന്നായിട്ട് അറിയാം. 10,000-2000 ചില്ലാൻ ആൾക്കാരെ കണക്കിനാണ് ഇവിടെ വരുന്നത്. ഇത് ഒരു നിമിഷം, ഇത് ഈ ഹിമാലയം ഒന്നിങ്ങോട്ട് പൊളിഞ്ഞു വീഴുക, ഈ സമുദ്രം ഉണ്ടല്ലോ, സമുദ്രമുള്ള കൂടുതൽ ഭാഗം അതൊന്നും തുളുമ്പും ചെയ്താൽ കഴിഞ്ഞു. ഇത്ര ഉള്ളു ഭൂമി അറിയുന്നത്. ഇതാണ് ഖിയാമത്ത് നാളെന്ന് പറയുന്നത്. ഇത് സംഭവിക്കാൻ അധികം സമയമൊന്നും വേണ്ട. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇതൊക്കെ ഇവിടുന്ന് വീരവാദം മുഴക്കിയോലൊക്കെ നാളെ പരലോകത്ത് അള്ളാന്റെ മുമ്പ് ശരിയാണ്. അവിടെ വെച്ച് നിനക്ക് താക്കീതുകാരൻ വന്നില്ലേന്ന് ചോദിക്കും. ആ ജ്വലിക്കുന്ന നരകാഗ്നിയിലേക്ക് നമ്മൾ ഇടും. വണക്കടാ, അത് പറഞ്ഞൊരാള് വന്നില്ല, ഞാൻ പ്രവാചകന്മാരെ പറഞ്ഞേച്ചില്ലേ എന്ന് ചോദിക്കുമ്പോ അതൊക്കെ ഞങ്ങൾക്ക് അന്ന് മനസ്സിലായില്ല എന്ന് പറയും. ഒന്നും ചെയ്യാൻ കഴിയില്ല. രണ്ടാമതൊന്നും ജീവിക്കണം എന്ന് പറയുമ്പോൾ ഒരിക്കലും വരാൻ കഴിയില്ല. നമ്മൾ നിസ്സഹായരാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരു പെട്ടെന്ന് സുപ്രഭാതത്തിൽ മക്കളെ ഇത് ഉപദേശിച്ചാൽ നിൽക്കൂല. അത് നേരത്തെ മദ്രസയ്ക്ക് പറഞ്ഞേക്കണം. മദ്രസ പ്രധാനമാണ്. അതേപോലെ അവരുടെ പ്രായത്തിനനുസരിച്ച് നമ്മൾ ക്ലാസ്സുകൾ വെക്കുന്നുണ്ട്, അതിലേക്ക് പറഞ്ഞേക്കണം. പറഞ്ഞ് ഈ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി വാളയാറിൽ വെച്ചിട്ട് പിന്നെ സെപ്റ്റംബർ 11, 12, 13 തീയതികളിൽ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്കുള്ള പ്രോഗ്രാം. ഈ കാലഘട്ടത്തെ ശരിക്കും വായിച്ചുകൊണ്ട് എന്താണ് ജീവിതത്തിന്റെ വീക്ഷണം നമുക്ക് പഠിപ്പിക്കാനാണ്. നമ്മൾ 10-25 കുട്ടികൾ നമ്മുടെ മഹലിന്റെ പ്രൊഫഷണൽ കുട്ടികളുണ്ട്, അവരൊക്കെ വരാമെന്ന് പറഞ്ഞു. ആ രക്ഷിതാക്കൾ അവരെത്തിക്കുമ്പോൾ അങ്ങനെ നമ്മൾ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോഴല്ല ഇതിന് നമ്മൾ ഇടപെടേണ്ടത്. അതിന്റെ മുമ്പ് എന്ത് ചെയ്യണം? കുട്ടികളെ ഈ കുടുംബത്തേക്ക് ഇസ്ലാമികമായി ജീവിപ്പിക്കണം. ഈ പിന്നെ തീക്കട്ട പിടിച്ച മാതിരി അവർക്ക് ഖിയാമത്ത് നാളാവുമ്പോൾ ദീനനുസരിച്ച് ജീവിക്കണം ആൾക്കാർ. അതാണ് ഇപ്പോഴത്തെ കാലം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ പരീക്ഷണം നമ്മൾ എന്ത് ചെയ്യാൻ നെഞ്ചിലേറ്റുക. മരിച്ചു പോകുമ്പോൾ നമുക്ക് ഈമാനോടുകൂടി മരണപ്പെട്ടു പോകണം. ശരിക്കും ഇസ്ലാമികമായി ജീവിച്ച എന്തൊരു സമാധാനം ഉണ്ടാവും. അല്ലെങ്കിൽ കുറെ അവിടുന്ന് കടം വാങ്ങി ഇവിടുന്ന് കടം വാങ്ങി അവസാനം തൂങ്ങി മരിക്കുന്ന അവസ്ഥയ്ക്കാവും. ഇവർ ഈ അടിച്ചു പൊളിക്കുക, കളറാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അടിച്ചു പൊളിച്ചങ്ങാണ്ട് അവസാനം തകരെയാണ് മനുഷ്യൻ ചെയ്യുന്നത്. അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കി നമ്മൾ ശരിക്കും ഒരു മതം നമുക്കുണ്ട്, ഒരു ദീനി നമുക്കുണ്ട്, അതനുസരിച്ച് മുന്നോട്ട് പോകുക. അങ്ങനെയുള്ള യഥാർത്ഥ മുത്തഖീകളിൽ മുഅ്മിനീകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി